Club FM ഞാൻ ജൂനിയർ ആർജെ ധ്വനി ആഷ്മി. Club FM Junior RJ. Club FM Junior RJ. ജൂനിയർ ആർജെ. Club FM Junior RJ. Presented by പിട്ടാപ്പിള്ളിൽ. ഗൃഹോപകരണങ്ങൾക്കും മൊബൈൽ ഫോണുകൾക്കും അത്യാകർഷകമായ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിൽ വാവ് സെയിൽ. പവർഡ് ബൈ കുക്ക് ഓഫ്. പവിഴം കുക്ക് ഓഫ് സ്മാർട്ട് കറി പൗഡേഴ്സ്. കറികളെല്ലാം ഇനി സ്മാർട്ട് ആണ്. ജൂനിയർ ആർജെ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. വേറൊന്നുമല്ല, നമ്മൾ ഹോംവർക്കിനെ പറ്റിയാണല്ലേ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഹോംവർക്ക് തരുന്നത് നമ്മുടെ ടീച്ചേഴ്സ് അല്ലേ. അപ്പോൾ നമുക്ക് ടീച്ചറിൻ്റെ അടുത്ത് തന്നെ ചോദിച്ച് ഒന്ന് മനസ്സിലാക്കാം എന്ന് കരുതി. അപ്പോൾ എൻ്റെ ടീച്ചറിനെ വിളിക്കുകയാണ്. സ്കൂളിൽ പഠിപ്പിക്കുന്ന SPTPM GUPS കുറവൻകോണം എന്ന സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ്, LP ടീച്ചറാണ്. അപ്പോൾ നമുക്ക് ടീച്ചറിനെ ഒന്ന് വിളിച്ച് നോക്കാം. ടീച്ചറിൻ്റെ പേര് വീണ ടീച്ചർ എന്നാണ് കേട്ടോ. ഹലോ ടീച്ചർ. ഹലോ, ഞാൻ ധ്വനി ആഷ്മിയാണ്. അയ്യോ, ഒച്ച കേട്ടപ്പോ എനിക്ക് മനസ്സിലായി ധ്വനിയാണെന്ന്. ഒരുപാട് സന്തോഷം. വെൽക്കം. ഞാനിപ്പോ ക്ലബ് എഫ്എമ്മിലെ ജൂനിയർ ആർജെ ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, ഒരുപാട് സന്തോഷം. അഡ്വാൻസ് ആയിട്ട് അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച്. പറഞ്ഞ ധ്വനി, എന്താ വിശേഷം? ഓക്കെ ടീച്ചർ, അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്തോണ്ടിരുന്ന ടോപ്പിക് ഹോംവർക്ക് എന്നുള്ളതായിരുന്നു. ഹോംവർക്ക്. അപ്പൊ ഞാൻ ടീച്ചറിനോട് ചോദിക്കാണ്, ഈ ശരിക്കും ഇന്നത്തെ കാലത്ത് ഈ ഹോംവർക്ക് ആവശ്യമുണ്ടോ? ഹോംവർക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാല് അത് ചില കാര്യങ്ങളിലൊക്കെ ആവശ്യമാണ്. പഴയ കാലത്ത് ഹോംവർക്ക് കൊടുത്തിരുന്നതെന്ന് പറഞ്ഞാല് കുട്ടികൾ അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്ന് പഠിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. പക്ഷെ ഹോംവർക്കിന്റെ ശരിക്കുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാല് നമ്മൾ സ്കൂളിൽ ഒരേ ദിവസം പല വിഷയങ്ങൾ പഠിക്കുന്നില്ലേ? ഗണിതം പഠിക്കും, മലയാളം പഠിക്കും, ഇംഗ്ലീഷ് പഠിക്കും. അതൊക്കെ നമുക്ക് ഒരു നിശ്ചിത ഇടവേള പോലും കിട്ടാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പഠിക്കുന്നതാണ്. അപ്പൊ ഒന്നിനു മീതെ ഒന്നായിട്ട് കുറെ കാര്യങ്ങൾ അടുക്കി വെക്കുമ്പോ പിന്നെ നമ്മളത് മറന്നുപോകും. അത് ഒന്നുകൂടി ഓർത്തെടുത്ത് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഹോംവർക്കുകൾ കൊടുത്തിരുന്നത്. പക്ഷേ ആ ഹോംവർക്കിൽ പിൻകാലങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടായി കുട്ടികൾക്ക്. എനിക്ക് ഹോംവർക്ക് ചെയ്യുന്ന ഇഷ്ടമാണോ? എനിക്ക് ഹോംവർക്ക് ചെയ്യുന്ന എന്റെ മൂഡ് അനുസരിച്ചിരിക്കും. എനിക്ക് ചില സമയത്ത് ഹോംവർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, എപ്പോഴാണ് ജോലിക്ക് ഹോംവർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് തോന്നുന്നത് അല്ലെങ്കിൽ ഇഷ്ടം തോന്നുന്നത്? എനിക്ക് ഇഷ്ടപ്പെട്ട ചാപ്റ്റർ പഠിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. അതെന്ന് പറഞ്ഞാല് നമ്മൾ ഇഷ്ടമുള്ള വിഷയം ഒന്നുകൂടി നമ്മുടെ മനസ്സിലിരുത്തി ഓർക്കാനും അത് നന്നായി മനസ്സിലാക്കി വെക്കാനും നമുക്ക് ഇഷ്ടമുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്ത വിഷയങ്ങളാണെങ്കിൽ ഹോംവർക്കിന് നമ്മൾ വെറുക്കുന്നുമുണ്ട്. അപ്പൊ ഹോംവർക്കിന്റെ ശരിയായ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന, ഇഷ്ടത്തോടെ പഠിക്കുന്ന, നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങളെ ഒന്നുകൂടി ഉറപ്പിക്കുക എന്നുള്ളതാണ് ഹോംവർക്കിന്റെ ശരിയായ ലക്ഷ്യം. അപ്പോ ഈ ഹോംവർക്കുകൾ അധ്യാപകർ തരുന്നത് കുട്ടികളുടെ നല്ലതിന് വേണ്ടിയാണോ അതോ അധ്യാപകർക്ക് പാഠം തീർക്കാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചിന്താധോനിക്കുണ്ടോ? ഇല്ല, ടീച്ചർമാര് നമുക്ക് ഹോംവർക്ക് തരുന്നത് നമ്മൾ നല്ലോണം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കാനും അത് നമ്മുടെ ബോധ മനസ്സിൽ നന്നായി ശരിയായ രീതിയിൽ അടുക്കി സൂക്ഷിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പം എന്തുകൊണ്ടും ഹോംവർക്ക് ഒരു വിധത്തിൽ എന്ത് തന്നെയാണ്, നല്ലത് തന്നെയാണ്. Thank you so much, teacher. Thank you very much, Dhani. Have a fantastic day, teacher. Bye-bye. Thank you. Keep listening to Club FM with me, Junior RJ, ധ്വനി ആഷ്മി, because ഇവിടെ മാത്രമേ ഉള്ളൂ ടൻ കണക്കിന് ഫൺ.